ഹലോ, അസ്സലാമു അലൈക്കും. കളർഫുൾ ഈ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. UP ലെവൽ അലിഫ് ടാലൻറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ജൂലൈ 3 നടക്കുന്ന സ്കൂൾ തല മത്സരത്തിൽ നിന്നും വിജയിക്കുന്ന ഒരു കുട്ടിക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ജൂലൈ 12 നടക്കുന്ന ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. 20 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഉപജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഒരു കുട്ടിക്ക് ജൂലൈ 20 നടക്കുന്ന ജില്ലാതല മത്സരത്തിനും, ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടിക്ക് ജൂലൈ 27 നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ്. LP വിഭാഗത്തിൽ ജില്ലയിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം മുതൽ സംസ്ഥാന തലത്തിൽ മത്സരം ഉണ്ടായിരിക്കും. 50% പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും 20% ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും 10% സംഘടനാ തലത്തിൽ നിന്നും, 10% ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും, 10% കേരള ചരിത്രത്തിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, മൻ യുലഖബ് ബി ഇമാമുൽ ആലം. ഇമാമുൽ ആലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇമാം അബു ഹനീഫ. രണ്ടാമത്തെ ചോദ്യം, മസ്മു ഖാത്തിലു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളി ആര്? അബൂ ലുഅ്ലുഅ്. മൂന്നാമത്തെ ചോദ്യം, മൻ ഹുവ അവൽ വസീർ തർബിയ വ തഅലീം ഫിൽ ഹിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? അബുൽ കലാം ആസാദ്. നാലാമത്തെ ചോദ്യം, അസീസുൻ ജമ്മ് ഡാഷ്. അസീസ് എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഐസാ. അഞ്ചാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബു താരിഖു മൂജസുല്ലിസമൻ. താരിഖുൻ മൂജസുല്ലിസമൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? സ്റ്റീഫൻ ഹോക്കിംഗ്. ആറാമത്തെ ചോദ്യം, ലീ റിജിലാനി അജ്ലിസു അലാ വജ്ഹിന്നാസ് ഉസായിദു അയുനന്നാസ് മൻ അന. ലീ റിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. അജ്ലിസു അലാ വജ്ഹിന്നാസ്, ഞാൻ ജനങ്ങളുടെ മുഖത്താണ് ഇരിക്കുക. ഉസായിദു അയുനന്നാസ് മൻ അന, ഞാൻ കാഴ്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നവനാണ്. മൻ അന, ഞാൻ ആര്? നല്ലാറ, കണ്ണട. ഏഴാമത്തെ ചോദ്യം, മൻ യോറഫു ബി അബിൽ കഹിർബാ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മൈക്കിൾ ഫാരഡേ. എട്ടാമത്തെ ചോദ്യം, ഫി അയ്യു ആമിൻ നുസിറത്ത് അൽ വഖായുൽ മിസ്രിയ. അൽ വഖായുൽ മിസ്രിയ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിൽ? 1828. ഒൻപതാമത്തെ ചോദ്യം, ഐന തഖഉ ഖൽഅ സലാഹുദ്ദീനുൽ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബി കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫിൽ ഖാഹിറ, കെയ്റോവിൽ. പത്താമത്തെ ചോദ്യം, അജ്സാമുൻ ജമ് ഡാഷ്. അജ്സാമ് എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ജിസ്മ്. 11ാമത്തെ ചോദ്യം, ആസിമത്ത് മിസ്ർ ഡാഷ്. മിസ്റിന്റെ തലസ്ഥാനം ഖാഹിറ. 12ാമത്തെ ചോദ്യം, മൻ ഇഖ്തറ അൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആര്? ചാൾസ് ബാബേജ്. 13ാമത്തെ ചോദ്യം, മുഖ്തരിയോ ആലത്തി തിബാ. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജോഹന്നാസ് ഗുണ്ടൻബർഗ്. 14ാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ.
15ാമത്തെ ചോദ്യം, അരിബ് ജില്ലാ കലക്ടർ. ജില്ലാ കലക്ടർ എന്നതിൻ്റെ അറബി വേർഡ് എന്താണ്? മുദീറുൽ മുഖാത്വ. 16ാമത്തെ ചോദ്യം, അന ഹയവാനുൻ അലീഫുൻ അഹിർസുൽ ബൈത ഉസായിദു ഷുർത്ത ലിഖബ്ലിൽ മുജ്രിം മൻ അന. ഞാനൊരു വളർത്തുമൃഗമാണ്. അഹിർസുൽ ബൈത്ത്, ഞാൻ വീടിനെ കാക്കുന്നു. ഉസായിദു ഷുർത്ത, പോലീസിനെ ഞാൻ സഹായിക്കുന്നു. ലിഖബ്ലിൽ മുജ്രിം, കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി. ഞാൻ ആരാണ്? കൽബ്, നായ. 17ാമത്തെ ചോദ്യം, സ്വാറൽ ജവ്വു ഡേഷ്. ബാരിദ് എന്നാണ് വേണ്ടത്. അതിന് ഹർക്കത്തോടു കൂടെ പറയുകയാണെങ്കിൽ സ്വാറ വന്നതുകൊണ്ട് ബാരിദൻ. കാന സ്വാറ അസ്ബഹയൊക്കെ വന്നാൽ കാനയുടെ സ്വാറയുടെ ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബു ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ജവ്വ് എന്നതാണ് ഇസ്മ്, അതിന് റഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഖബർ ബാരിദാണ്, ബാരിദിന് നസ്ബും കൊടുക്കണം. അപ്പോൾ ബാരിദൻ എന്നായിരിക്കും വരിക. 18ാമത്തെ ചോദ്യം, മാഹിയ അവ്വലു സഹീഫത്തുൽ അറബിയ. ആദ്യത്തെ അറബി പത്രം ഏത്? അൽ വഖായിയുൽ മിസ്രിയ. 19ാമത്തെ ചോദ്യം, അരിബ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിൻ്റെ അറബി വേർഡ് എന്താണ്? അദ്ദക്കാഉൽ ഇസ്തിനായി. 20ാമത്തെ ചോദ്യം, മാ ഉംലത്തുൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ. സൗദി അറേബ്യയുടെ കറൻസി എന്താണ്? റിയാൽ. 21ാമത്തെ ചോദ്യം, മാ മാന തുയ്യാർ. തുയ്യാർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? പൈലറ്റ്. 22ാമത്തെ ചോദ്യം, മാ ഹുവ അത്വലു നഹർ ഫിൽ ആലം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നെഹ്റുന്നീൽ, നൈൽ നദി. 23ാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബ് അൽ മുഖദ്ദിമ. അൽ മുഖദ്ദിമ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഇബ്നു ഖൽദൂൻ. 24ാമത്തെ ചോദ്യം, മൻ അല്ലഫ അൽ ഖാനൂൻ ഫി തിബ്ബ്. അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഇബ്നു സീന. 25ാമത്തെ ചോദ്യം, മൻ ഹുവൽ മുഅല്ലിഫ് അല്ലദീ തറജ്ജമ റിവായ ചെമ്മീൻ ഇലൽ അറബിയ. മലയാളത്തിലെ ചെമ്മീൻ എന്ന നോവൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? മുഹിയുദ്ദീൻ ആലുവായ്. ഇനി കൂട്ടുകാർക്കായുള്ള ചോദ്യം, കം ഹുറൂഫുൽ ഹിജാഇയ ഫിലോത്തുൽ അറബിയ. ആൻസർ അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ടാലന്റ് എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു.